മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വാണിയംകുളം പനയൂരിൽ ഉരുൾപൊട്ടിയെന്ന ആശങ്ക നീങ്ങി. സംഭവസ്ഥലത്ത് റവന്യൂ ഉദ്യോഗസ്ഥരും മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരുമെത്തി വിശദമായ പരിശോധന നടത്തി. ഉരുൾപൊട്ടിയിട്ടില്ല എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയാണ് വാണിയംകുളം പനയൂർ ഇളംകുളം പ്രദേശത്ത് ശക്തമായ മഴയിൽ മയിൽ വാഹനം എസ്റ്റേറ്റ് പ്രദേശത്തു നിന്നും വെള്ളം കുത്തിയൊലിച്ചു വന്ന മലവെള്ളപ്പാച്ചിലുണ്ടായത്. ഭയാനകമായ ഒരു ശബ്ദം കേട്ടതോടെ പ്രദേശവാസികൾ ഉരുൾപൊട്ടലുണ്ടായി എന്ന ആശങ്കയും പങ്കുവച്ചിരുന്നു. ഇവരെല്ലാം വീട് വിട്ട് ഓടുകയാണുണ്ടായത്. വീട്ടുമുറ്റങ്ങളിലെല്ലാം മണ്ണും ചെളിയും നിറഞ്ഞിരുന്നു. 3ഓളം വീടുകളുടെ പാർശ്വഭിത്തികൾ ഇടിഞ്ഞു താഴ്ന്നു. ആദ്യം ഓടിയെത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗം EP രഞ്ജിത്ത് റവന്യൂ വകുപ്പിനെ വിവരമറിയിച്ചു. തഹസിൽദാർ ഉൾപ്പെടുന്ന സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. മഴവെള്ളം ഒഴുകിയെത്തിയ കുന്നിൻ പ്രദേശങ്ങളിലും നാശനഷ്ടം സംഭവിച്ച വീടുകളിലും പരിശോധന നടത്തിയിരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് തഹസിൽദാർ CM അബ്ദുൾ മജീദ് പറഞ്ഞു. തഹസിൽദാർ അടങ്ങിയ സംഘം പരിശോധന നടത്തിയതിന് തൊട്ടുപിന്നാലെ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരുമെത്തി വിശദമായ പരിശോധന നടത്തി. സമീപത്ത് റബ്ബർ എസ്റ്റേറ്റിൽ നിന്നുമുള്ള വെള്ളം മണിക്കൂറുകളോളം തുടർച്ചയായി പെയ്ത മഴയിൽ വകമാറി കുത്തിയൊലിച്ചു വന്നതാകാമെന്നാണ് പരിശോധനാ സംഘം പറയുന്നത്. CCV ന്യൂസ്, ഷൊർണൂർ.